മലർവാടി ആർട്സ് ക്ലബ്ബ് നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ പടമാണ്. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോയൊരു പടമാണ്. അല്ലാണ്ട് വലിയ കൗതുകമൊന്നും ആ പടത്തിലില്ല. അതിൽ ഒരു പിടി ചെറുപ്പക്കാർ സിനിമാ ലോകത്തിന് സംഭാവന ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊരാളാണ് ഭഗത് മാനുവൽ. അദ്ദേഹത്തിൻ്റെ കണ്ണീരിൽ കുതിർന്ന കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനെയാണ് വരുന്ന ആൾക്കാരൊക്കെ ഒരു സിനിമ അല്ലെങ്കിൽ 2 സിനിമ അല്ലെങ്കിൽ ഒരു 5 സിനിമ അല്ലെങ്കിൽ 10 സിനിമ കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഇവരെവിടെയാണെന്നും നമ്മൾ അന്വേഷിക്കാറില്ല. സിനിമ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും, ഇന്ന പടത്തിൽ വന്ന ആളാണ് എന്നൊക്കെ മനസ്സിലാക്കും. ഈ ഭഗത് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പടം റിലീസായതിന് ശേഷമാണ് വിവാഹം കഴിച്ചത്. മലർവാടി ആർട്സ് ക്ലബ്ബ് റിലീസായതിന് ശേഷം നല്ല പേരെടുത്ത് നിൽക്കുന്ന സമയത്ത്, അതുപോലെ 4-5 പടങ്ങളിലെ ബുക്കിങ്ങൊക്കെ മൂപ്പർക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിവാഹം കഴിച്ചത്. അതൊരു വിവാഹമായിരുന്നു. ഒരു ആൺകുട്ടി ഉണ്ടായി. പക്ഷെ എന്ത് ചെയ്യാം. അപ്പോൾ മൂപ്പര് ആ നാട്ടിലെ ഏറ്റവും വലിയ കല്യാണം മൂപ്പരായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ നിന്ന് അദ്ദേഹം ഇവിടെ എറണാകുളത്തേക്ക് താമസം മാറ്റി. ഒരു മകനുണ്ടായി. ആ മകനുണ്ടായതോടുകൂടിയിട്ട് ഭാര്യ ഡൈവോഴ്സായി. അതോടുകൂടി ആകെ തകർന്നു. പിന്നെ പടങ്ങളും കുറഞ്ഞു. ഉണ്ടായിരുന്ന കാറ് വിറ്റു. ഉണ്ടായിരുന്ന പൾസർ ബൈക്ക് ഉണ്ടായിരുന്നു, അത് വിറ്റു. ജീവിക്കണ്ടേ. പിന്നെ കുടിയായി, താളം തെറ്റിയുള്ള ജീവിതമായി. പിന്നെ മകനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കൂടെ പോന്നു. ഭാര്യ ഡൈവോഴ്സായി. അങ്ങനെ പല കൂട്ടുകാരന്മാരും വിളിക്കും, മെസ്സേജ് അയക്കും. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര ബിസിയാണ്. അജു വർഗീസൊക്കെ ദിവസം മെസ്സേജ് അയക്കിയവൻ. പക്ഷെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ അജു വർഗീസ് തിരിച്ച് വിളിക്കുമെന്ന് പറയും. അങ്ങനെ 4-5 പടങ്ങൾ മുഖം കാണിച്ച് ജീവിതമൊക്കെ ആകെ മടുത്ത് മൂപ്പര് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന നേരത്ത് 2 കൂട്ടുകാർ വന്നതോടുകൂടി അത് രക്ഷപ്പെട്ടു. പക്ഷെ അവർക്ക് മനസ്സിലായി, അവർ പിന്നെ കാവലിരിക്കലായി, ഇപ്പം മരിച്ചെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അതിന് പിന്നെ കുടിയൊക്കെ നിർത്താൻ വേണ്ടി കുറേ പാടുപെട്ടു. അത് കഴിഞ്ഞ് ഇവനെ വീട്ടുകാർ നിർബന്ധിച്ച് ഒരു കല്യാണം കൂടി കഴിച്ചു. ആ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ അതിലൊരു കുട്ടിയുണ്ട്. ഇപ്പോൾ 2 കുട്ടികൾ. അപ്പോൾ എന്നിട്ട് പോലും ഇപ്പോൾ സിനിമയിലേക്ക് ആരും വിളിക്കുന്നില്ല. ആരെങ്കിലും വിളിച്ചാൽ തന്നെ മൂപ്പർക്ക് പോകാൻ ബൈക്കില്ല, അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്ന് കാറ് വരണം. കാറില്ലാത്ത ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവൻ ബസ്സിന് പോകണം. ആ ബസ്സിൽ പോയിട്ടാണ് അവൻ ലൊക്കേഷനിലേക്ക് ചെല്ലുന്നത്. ആ കാശ് കിട്ടിയിട്ട് വേണം മൂപ്പർക്ക് പിന്നെ ഇവിടെ കുറേ കാര്യങ്ങൾ നടത്താനായിട്ട്. അത്രയും ദുരിതമായിട്ടുള്ള ജീവിതമാണ് ഈ നടൻ നടക്കുന്നത്. അപ്പോൾ എറണാകുളത്തായ കാരണം നാട്ടിലുള്ളവരത് അറിയുന്നില്ല. എറണാകുളത്താച്ചാൽ കടം കൊണ്ട് കുന്നുകൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയൊരു ആത്മഹത്യയിലേക്ക് പോകുന്ന പേടി. ഇങ്ങനെയുള്ള പാവങ്ങൾക്കൊക്കെ ഇപ്പോൾ കുറേ കൂതറകൾ അഭിനയിക്കാൻ ഒരു കഴിവില്ലാത്തവർ കയറുന്നുണ്ടല്ലോ. ഇങ്ങനെയുള്ള പാവങ്ങൾക്കൊക്കെ എന്താ വിളിച്ച് നല്ല ചാൻസ് കൊടുക്കുക. നല്ലൊരു നടൻ അദ്ദേഹം, നന്നായി അഭിനയിക്കാൻ അറിയുന്ന ആളാണ്. ഇവരൊക്കെ ജീവിതം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമാണ്.